നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്നും UDF പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലും വകുപ്പ് മന്ത്രി പ്രതിക്കൂട്ടിലുമാണെന്ന് VD സതീശൻ. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി യൂഹന്നോൻ മോർ മിലിത്തിയോസ് മെത്രോപൊലിത്ത. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയ്ക്കെതിരെയാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രസനാധിപൻ യൂഹന്നോൻ മോർ മിലിത്തിയോസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറപ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KG പോൾസൺ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് സ്ത്രീ മരണപ്പെട്ട സംഭവത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് AICC അംഗം അനിൽ അക്കര. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നന്ദിക്കര സെന്ററിൽ ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. പുതുക്കാട് വടക്കേത്തൊറാവ് ചിരുകണ്ടത്ത് മോഹനന്റെ മകൾ 17 വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത്. പിക്കപ്പ് വാൻ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമം. ഐഡിയ ജ്വല്ലറിയുടെ ചുമർ കുത്തി തുരന്നാണ് മോഷണ ശ്രമം നടന്നത്. ഒല്ലൂക്കര വില്ലേജ് ഓഫീസിൽ മോഷണം. ഓഫീസിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന 750 രൂപ കവർന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഈ മാസം 9-ന് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് നടത്തും. പാർലമെന്റ് ഏകപക്ഷീയമായി പാസാക്കിയ ലേബർ കോഡുകൾ പിൻവലിക്കുക, തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക തുടങ്ങി 17 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. അടുത്ത സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. കായികമേള തിരുവനന്തപുരത്തും ശാസ്ത്രമേള പാലക്കാടും നടക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച സർവീസ് നിർത്തിവെക്കുമെന്ന ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി. ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ബസ്സിൽ കുഴഞ്ഞു വീണ സ്ത്രീക്ക് രക്ഷകരായി സ്വകാര്യ ബസ് ജീവനക്കാർ. തൃശൂർ ചാവക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണീസ് ബസ്സിലാണ് പെരുവല്ലൂർ സ്വദേശിനി കുഴഞ്ഞു വീണത്. ലീഡർ K കരുണാകരന്റെ ജന്മവാർഷിക ദിനത്തിൽ നാടെങ്ങും അനുസ്മരണ പരിപാടികൾ നടന്നു. പൂങ്കുന്നം മുരളി മന്ദിരത്തിലെ സ്മൃതി കുടീരത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. ലീഡർ K കരുണാകരൻ തുടങ്ങിവെച്ച മഹത്തായ സംരംഭങ്ങളുടെ പേരിലാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്ന് മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ. പൂങ്കുന്നത്ത് ലീഡർ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു തേറമ്പിൽ രാമകൃഷ്ണൻ. ലീഡർ K കരുണാകരന്റെ 107ാം ജന്മദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാ സംഘം ഓഫീസിൽ ലീഡറുടെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ടൗൺ ഹാളിലെ പ്രതിമയിൽ തൃശൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. കോൺഗ്രസ് മുല്ലശ്ശേരി മണ്ഡലം കമ്മിറ്റി K കരുണാകരൻ ജന്മദിനാചരണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MB സെയ്ദു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലീഡർ K കരുണാകരന്റെ 107ാം ജന്മദിനം INTUC വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി TA ഷാഹിദ ഉദ്ഘാടനം ചെയ്തു. MA ജോൺ സ്മാരക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ MA ജോൺ സ്മാരക പുരസ്കാരത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 17-ന് തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി രചിച്ച ജെൻഡർ യുക്തി ശാസ്ത്രം എന്ന ലേഖന സമാഹാരത്തിന്റെ പ്രകാശനം ചൊവ്വാഴ്ച നടക്കും. സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ അബ്ദുസമദ് സമാധാനി MP പുസ്തക പ്രകാശനം നിർവഹിക്കും. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു.
തെരുവ് വിളക്കുകൾ തെളിയാത്തതിനെതിരെ കൊടുങ്ങല്ലൂരിൽ BJP കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുന്നിൽ നിന്നും വടക്കേ നടയിലേക്ക് ചൂട്ട് കത്തിച്ച് പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഖാദികൻ C സാംബശിവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സാമൂഹിക പ്രവർത്തകൻ ജോയ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അന്തിക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസർ N രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊടകര സഹൃദയ കോളേജിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PR ബിജോയ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം നടത്തിയ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സെറാഫിക് ഗേൾസ് ഹൈസ്കൂളിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കബഡി ടീമിലെ 35 വിദ്യാർത്ഥികൾക്ക് ജേഴ്സികൾ വിതരണം ചെയ്തു. ബാങ്ക് മാനേജർ ഗിരീഷ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏങ്ങങ്ങാട് ശ്രീ വീരാണിമംഗലം ക്ഷേത്രത്തിൽ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണവും വെച്ച് നമസ്കാരവും നടന്നു. ക്ഷേത്രത്തിൽ സ്വാമിയാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വടക്കാഞ്ചേരി മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് വീൽചെയർ, എയർബെഡ്, വാക്കിംഗ് സ്റ്റിക്, ടോയ്ലറ്റ് ചെയർ എന്നിവ നൽകി തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടി. മഹാത്മാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ K അജിത് കുമാർ അനീഷിൽ നിന്നും സാധനങ്ങൾ ഏറ്റുവാങ്ങി. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ A അയ്യപ്പൻ സ്മൃതി സംഗമം നടത്തി. ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഫി നീലങ്കാവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി PB താജുദ്ദീൻ TK ഇബ്രാഹിം ഹാജി അനുസ്മരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഷീദ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മിനി ടൗൺ ഹാളിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. പേരാമംഗലത്ത് 2 ടൂറിസ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. 12 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിവാഹ സംഘം സഞ്ചരിച്ച വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ല് ദേശീയപാതയിലെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ വർഷകാലത്തും പ്രദേശവാസികളും കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും വെള്ളക്കെട്ട് മൂലം ഏറെ ദുരിതം അനുഭവിച്ചിരുന്നു. കേരള കലാമണ്ഡലത്തിൽ സ്വാശ്രയ കോഴ്സുകൾ ആരംഭിക്കാനുള്ള നടപടികളുമായി കലാമണ്ഡലം അധികൃതർ. പുതിയ അധ്യയന വർഷത്തിന്റെ ഭാഗമായി സ്വാശ്രയ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി നാഷണൽ സർവീസ് സ്കീം നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ KKTM GGHSS NSS യൂണിറ്റ് സ്കൂൾ കവാടത്തിൽ തയ്യാറാക്കിയ ലഹരിവിരുദ്ധ മതിൽ അനാച്ഛാദനം ചെയ്തു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അനാച്ഛാദനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കടലാക്രമണത്തിൽ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ മത്സ്യത്തൊഴിലാളികളെ താടിവെച്ച ഗുണ്ടകൾ എന്ന് വിളിച്ചതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ലീഡർ K കരുണാകരന്റെ 107ാം ജന്മദിനത്തിൽ കടപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച വിജയോത്സവം പ്രതിഭാ സംഗമം കൊടുങ്ങല്ലൂർ നഗരസഭാ ടൗൺ ഹാളിൽ നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു.
ലീഡർ കെ കരുണാകരന്റെ 107ാം ജന്മദിനത്തോടനുബന്ധിച്ച് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന അനുസ്മരണ സദസ്സ് DCC ജനറൽ സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭ അശാസ്ത്രീയമായി റോഡിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് കട്ടയിൽ വാഹനങ്ങൾ ഇടിച്ച് അപകടങ്ങൾ സംഭവിക്കുന്നതിനെതിരെ BJP റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധം BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന്റെ ഭാഗമായി സ്വകാര്യ ഹെലികോപ്റ്റർ, ഡ്രോൺ തുടങ്ങിയവയ്ക്ക് വിലക്ക്. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കണ്ടാണശ്ശേരി പഞ്ചായത്ത്, ഗുരുവായൂർ നഗരസഭ എന്നീ പ്രദേശങ്ങളിലാണ് വിലക്ക്. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ 10:30 വരെയാണ് നിരോധനമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ ജന്മദിനം ആഘോഷിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകളിൽ പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ പ്രധാന അധ്യാപിക PP പ്രിൻസി അനുസ്മരണ സന്ദേശം നൽകി. അവിനിശ്ശേരി കൃഷിഭവൻ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില കേരള എഴുത്തച്ഛൻ സമാജം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം കോലഴിയിൽ നടന്നു. സംസ്ഥാന അധ്യക്ഷൻ PR സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടി പഴവൂരിൽ മരക്കൊമ്പ് റോഡിലേക്ക് പൊട്ടിവീണു. 3 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. പഴവൂർ വീട്ടിൽ വിശ്വംഭരന്റെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന തേക്കുമരമാണ് ഒടിഞ്ഞു വീണത്. പഴയന്നൂർ ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനാചരണം നടന്നു. സംഘം പ്രസിഡന്റ് സിന്ധു നാഗരാജൻ പതാക ഉയർത്തി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.